മാഗ്നോളിയ ബേക്കറിയിൽ ബനാന പുഡിംഗ് എൻ്റെ ഫേവറേറ്റ് ഡെസേർട്ടാണ്. സോ ഇന്ന് നമ്മളതിവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ കസ്റ്റർഡ് ബേസിന് ആദ്യം 1.5 കപ്സ് മിൽക്ക് ഹീറ്റ് ചെയ്യണം. മീൻ വൈൽ നമുക്ക് ഇവിടുത്തെ കസ്റ്റർഡ് സ്ലറി ഉണ്ടാക്കാം. ആഡ് സം മിൽക്ക്, then add some sugar, add some vanilla custard powder. So you combine the mixture really nicely and add it to the milk. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണം. You transfer it into a bowl and let it set. So നമ്മൾ ഇതിനെ സർഫേസ് റാപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കണ്ടൻസ് മിൽക്ക് ബേസ് ആണ്. ഒരു 10 കണ്ടൻസ് മിൽക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1.5 കപ്സ് ഓഫ് കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നന്നായി കമ്പൈൻ ചെയ്യുക. ഇതിനെയും നമ്മൾ അങ്ങോട്ട് സർഫേസ് റാപ്പ് ചെയ്യും. നമ്മുടെ കസ്റ്റർഡ് ബേസ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ മഷ് ചെയ്ത പുഡിംഗ് മിക്സ്ചർ കണ്ടൻസ് മിൽക്ക് ബേസിലോട്ട് ഇട്ടിട്ട് നന്നായി കമ്പൈൻ ചെയ്യാം. നമ്മൾ 2 കപ്പ് ഹെവി ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ കണ്ടൻസ് മിൽക്കും കസ്റ്റർഡിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് സ്ലോലി ആഡ് ലൈക്ക് 1/3 ആയിട്ട് ഫോൾഡ് ചെയ്യണം. നമ്മുടെ ബനാനാസ് പ്ലേസ് ചെയ്യണം. സോ ഒറിജിനലി മാഗ്നോളിയ ബേക്കറിയിൽ അവർ നില വേഫേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കുക്കിയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമുക്കത് ഈസിലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ മേരി ബിസ്ക്കറ്റ് ആണ് ഈസി സബ്സ്റ്റിറ്റ്യൂട്ട്. സോ നമ്മുടെ ബിസ്ക്കറ്റ് നമ്മൾ ഒരൊറ്റ സെക്കൻഡ് കോൾഡ് മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം പ്ലേസ്മെന്റ് ചെയ്യാൻ. സോ നമ്മൾ ലെയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു മിനിമം 4 hours എങ്കിലും സെറ്റ് ചെയ്യണം. ഓവർനൈറ്റ് ആണ് ബെസ്റ്റ്. സോ നമ്മൾ ബനാന പുഡിംഗ് നമ്മൾ ഓവർനൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. പൗഡേർഡ് മേരി ബിസ്ക്കറ്റ്സ് ആണ് ഗാർണിഷ് ആയിട്ട് ടോപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് ബനാനാസും കൂടി വെക്കാം. ഡെസേർട്ട് റെഡിയാണ്, വന്നോളൂ. Come on guys. നൈസ് ആണോ? എനിക്ക് ഇഷ്ടമായി. എന്റെ ഫേവറേറ്റ് പുഡിംഗ് ആയിട്ട് ഞാൻ കഴിച്ചില്ലെങ്കിൽ ബനാന ഫ്ലേവർ ഒക്കെ ഉണ്ട്. നന്ദി, നമസ്കാരം.